ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവരെയും സ്കൂളിൽ ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരെയും സ്റ്റാറ്റസും സ്റ്റോറിയും ഫുള്ളി മക്കൾ ഡാൻസും പാട്ടും തന്നെ ആയിരിക്കും. അതുപോലെ ഞാനും ഒരു ആനുവൽ ഡേക്ക് പോയി. എൻ്റെ താത്തൻ്റെ മൂത്ത ട്രോഫീൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് കണ്ടിട്ട് എത്രക്ക് വെപ്രാളപ്പെടുന്നത്. പക്ഷേ അല്ല ഗായ്സ്, ഈ ബലൂണിൻ്റെ ഒരു കെട്ട് ബലൂൺ അങ്ങ് പറന്നു ഒരു കാര്യമില്ലാണ്ടായിപ്പോൾ അയാൾക്ക്. അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ കാണാൻ പോയി. ഇത് ഇവരെന്നെ ഫോണിൽ നോക്കി പഠിച്ചാണ് കോസ്റ്റ്യൂം എല്ലാം ഇവരെ എന്നെ സെറ്റാക്കിയെന്നൊക്കെ പറഞ്ഞേ. പണ്ട് നമുക്കും ഉണ്ടായിരുന്നു കുറേ പാട്ടും ഡാൻസൊക്കെ. നമ്മളെയൊക്കെ ടീച്ചർമാർ തരുന്ന വേഷമിടുക, ടീച്ചർമാർ തരുന്ന ക്യാരക്ടർ ആവുക. പണ്ട് ഞങ്ങൾക്കൊരു ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വല്ല തക്കാളി ഉള്ളിയൊക്കെ കിട്ടുമെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു പച്ചമുളക് എങ്ങനെയായിരുന്നു. അവസാനം എന്നെ കൊണ്ടുപിടിച്ചാക്കിയത് ശേഷം ചേന. ഇനിയിപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ സ്വഭാവം കൊണ്ടോ മുപ്പത്തി കണ്ടറിഞ്ഞ് നന്നാണെന്നറിയില്ല. ഞാനാകെ വിഷമിച്ച് ഇനിയിപ്പോൾ പരിപാടിക്ക് പോകാണ്ടിരുന്നാലോ അന്നെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എങ്കിൽ പറ്റൂലല്ലോ. അങ്ങനെ പോയി മനസ്സോടെ പോയപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ്, ഒരാൾ ഉള്ളി ഒരാൾ തക്കാളിയും. അങ്ങനെ വില മേക്കപ്പ് ഇടുമ്പോൾ വിലയൊക്കെ കവളിങ്ങനെ ചുമന്നും ആ ഉള്ളിയുടെ കവളൊരു പിങ്കിഷ് കളറൊക്കെ ആക്കി കൊടുത്ത് സെറ്റപ്പാക്കി. ഞാൻ പോയിരുന്നപ്പോൾ മേക്കപ്പ് മാൻ അടുത്തുള്ള ആളോട് ചോദിക്കുക, ഇതിന് നമ്മളിനി എന്താ ചെയ്യാന്ന്. അതുകൂടി കേട്ടപ്പോൾ ആ തളർന്നു. എന്നിട്ടൊരു ചൊറി പിടിച്ച ലുക്കിലൊക്കെ ആക്കി വെച്ചിക്കണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്ന് പറയാ, തക്കാളിനെ കണ്ടപ്പോൾ ഓളെ കാണാൻ നല്ല രസമാണ്, എന്നെ കാണാൻ ഒരു രസവും ഇല്ല കേട്ടോ ഇതിലൊന്നും. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ പറ്റി. മീൻസ് അതുകൂടി പറഞ്ഞപ്പോൾ എൻ്റെ മുഖം ഏകദേശം ഒരു ചേന കണക്കിനായി കിട്ടി. ബൈ ഇതൊക്കെ ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴത്തെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഡാൻസോ പാട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് പാട്ട് കൊടുക്കാൻ പറ്റാത്ത ഇതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ടാട്ടോ. അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ 2ാമത്തെ ട്രോഫീൻ്റെ അടുത്ത പ്രശ്നം. എന്താ പ്രശ്നം പറയും? എവിടെ വാങ്ങി തരൂലെങ്കിലോ? എന്നിട്ട് കാറ്റ് ഒഴിച്ചാളാനല്ലേ എനിക്ക്? ഇങ്ങോട്ട് നോക്ക്, എന്റെ തലയെ നിറച്ച് വെളുപ്പുണ്ടല്ലോ കത്തുന്നത്. ഫാഷനാ ഇപ്പോഴത്തെ ഫാഷനാ? ഇപ്പൊ ഇണങ്ങല്ലേ നമുക്ക് വാങ്ങാം. ഞാൻ പറയുന്ന അതുപോലെ പറഞ്ഞ എനിക്ക് 2 വാങ്ങി തരൂ. പറയോ നീ? പറയോ? 2 വാങ്ങി തരൂ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എന്റെ വീഡിയോ എടുക്കാനൊക്കെ ആയോ? ഹമ്പടി സൗദ. അതിനി സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഇത് 2 വാങ്ങി തരും. എണീച്ചിരുന്നിട്ട് ചിരിച്ചാ സൗദ ഹമ്പടി അങ്ങനെ പറയും. ചിരിക്കാൻ പറ്റൂല, കറക്റ്റിന് പറയണം. നീ എന്റെ വീഡിയോ എടുക്കാനൊക്കെ ആയോ? അതെ ചെയ്യാം. നീ എന്റെ വീഡിയോ എടുക്കാനൊക്കെ ആയോ? A few moments later. ചിരിച്ചാ ഔട്ട്. ഇതുകൂടിയേ ചാൻസ് ഉള്ളൂ കേട്ടോ. ഇത് ചിരിച്ചാല് ബലൂൺ വാങ്ങി തരൂലേ? ഇത് ചിരിച്ചാ വാങ്ങി തരൂല. ഇത് ലാസ്റ്റാ. ചിരിച്ചാ വാങ്ങി തരൂല. ചിരിക്കാണ്ട് പറഞ്ഞാ വാങ്ങി തരും. റെഡി? ആടെ പിടിച്ചേച്ചിട്ടൊന്നും കാര്യമില്ല. Later. An hour later. ഇങ്ങനെ വീഡിയോ എടുക്കോയോ അമ്പടി. ഞാൻ അവളെ സിനിമക്കോട്ടെ അമ്പടി. നീ സിനിമയ്ക്ക് വരുന്ന 1 eternity later. എനിക്ക് ബലൂണ് വാങ്ങാണ്ട് വീഡിയോ എടുക്കാനായോ ബഡി? ഈ വീഡിയോ എടുക്കായോ? അങ്ങനെ ഒരുപാട് സമയത്തെ പരിശ്രമത്തിന് ശേഷം
ഓള് ലക്ഷ്യസ്ഥാനത്തെത്തി ഗൈസ്. അപ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ള ബലൂൺ നോക്കി സെലക്ട് ചെയ്തോള് വാങ്ങി. എന്തൊരു സന്തോഷം എന്ന് പറയുന്നത് കിട്ടിയപ്പം. അല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ, കഷ്ടപ്പെട്ട് കിട്ടുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെ ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൂത്താളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.